ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? കുറേ ആയില്ലേ നമ്മൾ ലോങ് വീഡിയോ കണ്ടിട്ട്. അപ്പോൾ എന്താ ലോങ് വീഡിയോ ഇടാത്ത വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല കാണിക്കാൻ. ഡെയിലി സെയിം റൊട്ടീൻസാണ്. അപ്പോൾ പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നീച്ചിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല രസമാണ്. കാരണം ചൂടൊക്കെ മാറി തണുപ്പായിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ തണുപ്പായിട്ടില്ല, എന്നാൽ ചൂടില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പുറത്തിറങ്ങുന്നതൊക്കെ നല്ലൊരു വൈബാണ്. നല്ല കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കാം. ഇവിടെ ഒരു മരമുണ്ട്, വലിയൊരു മരം. എന്നിട്ട് ഉള്ളിൽ കുറേ കിളികളുണ്ട്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണില്ല, ചെറിയ കിളികളാണ്. പിന്നെ നമ്മളുടെ വില്ലയിൽ ഒരു ഊഞ്ഞാലുണ്ട്. ഈ വില്ലയിൽ ആകെപ്പാടെ പുറത്ത് എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം ഈ ഊഞ്ഞാലാണ്. ഈ ഊഞ്ഞാലിൽ ഇങ്ങനെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കും. ഇപ്പോൾ തണുപ്പായി തുടങ്ങുന്നതുകൊണ്ട് ഉച്ചക്ക് പോയിരിക്കാനും നല്ലൊരു സുഖമാണ്. അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോയിരിക്കലുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഉച്ചക്ക് വരെ ഞാൻ അവിടെ പോയിരിക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഊഞ്ഞാലയിൽ ഇങ്ങനെ പോയി വെറുതെ അന്തപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കും. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ മുതൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് പുട്ടും പഴവുമാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മൾ കോളേജിൽ 3 വർഷം ഒരുമിച്ച് പഠിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു. അത്രയും തിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ അവളും ഖത്തറിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചായി മീറ്റ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പോൾ ആളുടെ കെട്ടിയൊന്നും ഇവിടെ ഇല്ല. ഇക്കയാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി രാത്രിയേ വരുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വേഗം പോരെ. അങ്ങനെ ആൾ വരുന്നുണ്ട്. ഉച്ച മുതൽ രാത്രി ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞത് വരുന്ന വരെ ആൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, കൂടെ വർത്താനം പറയാൻ അതും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഭാഗ്യം വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ അവൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വീട്ടിലത്തെ പണികളൊക്കെ ഒന്ന് കഴിച്ചു, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി, പിന്നെ അടിച്ചു തുടച്ചു. ഇതൊക്കെ പിന്നെ സ്ഥിരമായി ഞാനിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് തന്നെ, സ്ഥിരമായിട്ടില്ലെങ്കിൽ 1-2 വീഡിയോയിൽ കാണിച്ചപ്പോൾ പിന്നെ എനിക്ക് കാണിക്കാൻ അങ്ങനെ തോന്നുന്നില്ല. ബോറടിക്കില്ല, നിങ്ങൾക്കും ബോറടിക്കും. ഇത് കാണിച്ചു തന്നെ എനിക്കും ബോറടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കുക്കിംഗ് പരിപാടികളിലൊക്കെ കടന്നു. കുക്കിംഗ് പിന്നെ ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ വേഗം തീർത്തിട്ട് പിന്നെ ഫ്രഷായി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനത്തിലിരിക്കാമല്ലോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉപ്പേരിക്ക് ഞാനിന്ന് പർപ്പിൾ ക്യാബേജാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഖത്തറിൽ വന്നിട്ടാണ് കേട്ടോ ഈ ക്യാബേജ് ആദ്യമായിട്ട് കഴിക്കണത്. നാട്ടിലങ്ങനെ പൊതുവേ ഇത് കിട്ടൽ കുറവാണല്ലോ. പിന്നെ ക്യാബേജ് ഞാൻ തൈറോയിഡ് ഉള്ളതുകൊണ്ട് ക്യാബേജ് ഉപ്പേരികളും കഴിക്കൽ കുറവാണ്. പിന്നെ ഇവിടെ ഉപ്പേരികൾക്കൊക്കെ ഓപ്ഷൻസ് കുറവായതുകൊണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ ക്യാബേജ് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഹാഫ് അരിഞ്ഞിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ബാക്കിയുള്ള ഹാഫാണ് നമ്മളൊരു നേരം ഉപ്പേരിയാക്കി വെക്കുള്ളൂ. അതാകുമ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് സുഖമായിട്ട് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ. അരിയാൻ നിൽക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അരിയാൻ നിൽക്കും അങ്ങനെ. അപ്പോൾ അതിനുശേഷം അവൾ വന്നതും ഫുഡ് കഴിച്ചതും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇത് അവളുടെ മോളാണ് കേട്ടോ. അവൾക്കൊരു മോളുണ്ട്, ഐസുമോനെക്കാട്ടിലും 1 വയസ്സ് താഴെയാണ്. അങ്ങനെ അവർ തമ്മിൽ നല്ല സെറ്റായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. വന്നപാട് അവളിവിടെ എത്താനായി എന്ന് പറഞ്ഞ് വിളിച്ച് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എന്ത് ചെയ്തു, വീഡിയോ എടുക്കാനൊക്കെ മറന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളങ്ങനെ എപ്പോഴും മീറ്റ് ചെയ്യലില്ല. അവിടെ നാട്ടിൽ പോയപ്പോൾ ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഈവനിങ് ചായയൊക്കെ കുടിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ അടുത്ത് തന്നെ പാർക്കുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചു. 5 മിനിറ്റൊന്നും ഇല്ല, കുറച്ച് നടന്നാൽ മതി, അപ്പോഴേക്കിനും പാർക്കിലെത്തും. അപ്പോൾ വെറുതെ വീട്ടിൽ തന്നെ ഇരുത്തിയിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോയി. കുട്ടികളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തോട്ടെ. ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു അൽമീറ ഷോപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി സാധനങ്ങളൊക്കെ മേടിച്ചു. ഇവളാണെന്നുണ്ടെങ്കിൽ നല്ലോണം സംസാരിക്കും കേട്ടോ, മോള് മാഷാഅല്ലാ. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാം ഉണ്ട്. ഐസുമോനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെൺകുട്ടികളല്ലേ ഒന്നും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഐസുമോൻ സംസാരിക്കും ഇല്ല എന്നല്ല, പക്ഷേ ഇവളിങ്ങനെ തൊട്ടനും പിടിച്ചാനും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മാഷാഅല്ലാ നല്ല രസമായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. 10:30 ആയപ്പോൾ ഇക്ക വന്നപ്പോൾ പിന്നെ അവരെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ വിചാരിച്ച് നമ്മൾ പോവാണ്. അപ്പം നമ്മുടെ ആ ഒരു ദിവസം അങ്ങനെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ നമുക്ക് സങ്കട വാർത്ത പറയാം. നമ്മൾ നമ്മുടെ പജീറോയിൽ അവസാനമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ. നമ്മൾ പുതിയൊരു കാറ്, നമ്മളല്ല ഇക്ക പുതിയൊരു കാർ എടുത്തിട്ടുണ്ട്, LC എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2-2.5 വർഷമായിട്ട് ഞങ്ങൾ RP കിട്ടി വന്നപ്പോൾ മുതൽ പജീറോയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ പജീറോനോട് നമ്മൾ വീട്ടിൽ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമുണ്ട്, അതിൻ്റെ ഒപ്പം നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം ഇപ്പുറത്തുണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു സന്തോഷം ഇതാണ്, ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.